സ്റ്റുഡൻസ്, SLC മോഡൽ IT എക്സാമിന് പൈത്തൺ ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ചെയ്തു നോക്കാം എന്നതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം മുമ്പും ഈ ഒരു ആപ്പ് ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മൊബൈൽ ഉപയോഗിച്ച് പൈത്തൺ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പൈറോഡ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോറിൽ പൈറോയിഡ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് പൈറോയിഡ് 3 ഐഡിൽ ഫോർ പൈത്തൺ എന്നുള്ളത്. അത് നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഞാനിതിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. ഞാനിത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമുക്ക് അതൊന്ന് ടൈപ്പ് ചെയ്ത് പഠിക്കാം. എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്, കോളനൊക്കെ ഇടേണ്ടത്. അപ്പം നമ്മൾ തെറ്റ് കൂടാണ്ട് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് വെച്ചിട്ട് അപ്പോൾ തന്നിരിക്കുന്ന ഒരു പ്രോഗ്രാം ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഫ്രം എൻ്റർ പ്രസ് ചെയ്തു. ഫോർ I ഇൻ റേഞ്ച് ഇവിടെ കോളൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ കാണാം ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇഫ് എന്ന് കൊടുത്തു, അവിടെയും കോളം കൊടുക്കണം. എൻ്റർ പ്രസ് ചെയ്തു. വീണ്ടും കളർ പർപ്പിൾ എന്ന് കൊടുത്തു. ഒന്ന് ബാക്ക് സ്പേസ് പ്രസ് ചെയ്തു. എന്നിട്ട് ഇഫിന് നേരെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. എൽസ് എന്ന് കൊടുക്കുക. കോളൻ കൊടുത്തു. എൻ്റർ പ്രസ് ചെയ്തു. വീണ്ടും കളർ ഗ്രേ. വീണ്ടും എൻ്റർ പ്രസ് ചെയ്തു. ബാക്ക് സ്പേസ് കൊടുത്ത് പെൻ സൈസ് 20 എൻ്റർ പ്രസ് ചെയ്തു. അതിനുശേഷം ഫോർവേഡ് I എന്ന് കൊടുക്കുക. ഫോർവേഡ് I കൊടുത്തു. ഇനി അടുത്തത് ഡോട്ട് ഡോട്ട് 30 ബ്ലാക്ക്. എൻ്റർ പ്രസ് ചെയ്തു. ലെഫ്റ്റ് എന്ന് കൊടുക്കുക. ലെഫ്റ്റ് 30. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് റണ്ണ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സിൻടാക്സ് എറർ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എവിടെയാണ് സിൻടാക്സ് എറർ വന്നിട്ടുള്ളതെന്നുള്ളത്. ഫോർ I എന്ന് അവിടെ ടൈപ്പ് ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ് എറർ കാണിച്ചത്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മൾ ഈ റൺ ബട്ടൺ ഒന്ന് ഇവിടെ അടുത്ത എറർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ കളർ എന്നുള്ള 6 കൊടുത്തിരുന്നില്ല. വീണ്ടും ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ കൃത്യമായിട്ട് ആ പ്രോഗ്രാം ഇവിടെ ചെയ്ത് കാണിക്കുന്നത് കാണാം. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റെഡും ഗ്രീനും ആക്കി മാറ്റാനാണ്. പർപ്പിൾ എന്നുള്ളിടത്ത് റെഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ റെഡ് കൊടുക്കുന്നു. ഗ്രേ എന്നുള്ളിടത്ത് ഗ്രീൻ കൊടുക്കുക. ഇങ്ങനെ കൊടുത്ത് ഒന്നും കൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെയുള്ള ഈ പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം നമുക്ക് എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനകത്ത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്ലേ ചെയ്താൽ മതി. ഓക്കെ.